കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പിന് ശേഷം KSU MSF മുന്നണി ബന്ധം വഷളാകുന്നു. KSU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂരിനെ മാറ്റണമെന്ന MSFന്റെ പരാതിക്ക് പിന്നാലെ MSFനെ പരസ്യമായി അധിക്ഷേപിച്ച് KSU തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ. വിവാദമായപ്പോൾ ഗോകുൽ പോസ്റ്റ് പിൻവലിച്ചു. ഗോകുൽ പറഞ്ഞത് എന്താണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയുമോ? ഗോകുൽ പറഞ്ഞത് അങ്ങനെ KSUവിന്റെ ഭാരവാഹികളെ മാറ്റണമെന്ന് തീരുമാനിക്കാൻ MSF വളർന്നിട്ടില്ല. തൽക്കാലം കുഞ്ഞാപ്പയുടെ പിള്ളേർ ഒരു കാര്യം പോയി മാട്ടിറച്ചിയും കഴിച്ച് പള്ളം നിറയെ ഇറച്ചിയും കഴിച്ച് വിശ്രമിക്കാനാണ് ഗോകുൽ ഗുരുവായൂർ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞത്. അതിനുശേഷം ഗോകുൽ ഗുരുവായൂരിനെതിരെ MSFന്റെ ഭാഗത്തു നിന്ന് പ്രതികരണം വരുന്നു, വിമർശനം വരുന്നു. വലിയ വിഷയം ചർച്ചയായപ്പോൾ ആ പോസ്റ്റ് പിൻവലിക്കുകയായിരുന്നു ഗോകുൽ ഗുരുവായൂർ. അപ്പോൾ അങ്ങനെയാണ് MSFൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചേതനുണ്ട് നമ്മളോടൊപ്പം വാർത്തയുടെ വിവരങ്ങൾ നൽകാനായി കോഴിക്കോട്. നോക്കാം എന്താണ് MSFും KSUവും തമ്മിലുള്ള പ്രശ്നമെന്ന്. ചേതൻ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ MSFും KSUവും ചേരിതിരിഞ്ഞ് അടിയാണ്. അതിപ്പോൾ പരസ്യ പ്രതികരണങ്ങളിലേക്കൊക്കെ മാറിയിരിക്കുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. കാസർഗോഡ് KSU ജില്ലാ പ്രസിഡന്റ് ജാവേദ് പുത്തൂരിനെ മാറ്റണമെന്ന് MSF ആവശ്യപ്പെടുന്നു. അത് മാറ്റാൻ പറയാൻ നിങ്ങൾ ആരാണ് എന്ന് KSU നേതൃത്വം തിരിച്ചു ചോദിക്കുന്നു. അതിൽ ഗോകുൽ ഗുരുവായൂർ ഒരു പടി കൂടി കടന്ന് പോയി ബിരിയാണിയും കഴിച്ച് വിശ്രമിച്ചോളൂ എന്ന് പരിഹസിക്കുകയും ചെയ്യുന്നത് കണ്ടു. അപ്പോൾ ബിരിയാണി കഴിക്കലാണ് ഇവരുടെ പണിയെന്ന് സ്വന്തം കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് വരെ അറിയാമല്ലേ ചേതൻ? അതെ മനു, അതാണ് അതിൻ്റെ രസകരമായ ഒരു അവസ്ഥ. ഈ സംസ്ഥാനത്ത് നടന്ന വിവിധ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ മുന്നണി ബന്ധം KSUവും അതുപോലെ തന്നെ MSFും തമ്മിലുള്ള മുന്നണി ബന്ധം വഷളാവുന്നു. അതൊരു തുറന്ന പോരിലേക്ക് എത്തുന്നു എന്ന കാഴ്ചയാണ് നമ്മൾ കാണേണ്ടത്. അതായത് ഈ കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ഈ KSUയുടെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ തിരിഞ്ഞുകുത്തി പിന്നിൽ നിന്ന് ചതിച്ചു എന്നൊക്കെയാണ് MSFന്റെ പ്രധാന പരാതി. ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിക്കൊക്കെ സംസ്ഥാന നേതൃത്വത്തിനൊക്കെ പരാതി നൽകുന്ന ഒരു സാഹചര്യവും MSFന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. ഇത് KSUവിനെ വലിയ രീതിയിൽ പ്രകോപിതരാക്കി. ഈ KSU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ഐക്യദാർഢ്യവുമായി KSUവിന്റെ തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. അതിരൂക്ഷമായ വിമർശനങ്ങൾ KSUവിനെതിരെ ഗോകുൽ ഗുരുവായൂർ പറയുന്നത്. പ്രധാനമായും പോസ്റ്റിന്റെ പറയുന്നത് ഇങ്ങനെയാണ്: തൽക്കാലം ലീഗിന്റെ കുട്ടികൾ പോയി പള്ള നിറച്ച് പത്തിരിയും കോഴിക്കറിയും തിന്ന് റെസ്റ്റ് എടുക്കാൻ നോക്കുക. വളരെ പരിഹസിക്കുന്ന രീതിയിൽ തന്നെയാണ് ഗോകുൽ ഗുരുവായൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടത്. മനു നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ബിരിയാണി കഴിക്കലാണ് ഇവരുടെ പണി എന്ന് പറയാതെ പറയുകയാണ് ഈ ഗോകുൽ ഗുരുവായൂർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അതുമാത്രമല്ല, ഇങ്ങനെയും പറഞ്ഞു വെക്കുന്നു: മുന്നണിയും മര്യാദയുമെല്ലാം ഞങ്ങളുടെ മാത്രം ബാധ്യതയാണെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ ആ ബാധ്യത തൽക്കാലം ഞങ്ങളങ്ങ് സൗകര്യപൂർവ്വം വെറുക്കാനും മറക്കാനും തയ്യാറാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഗുരുവായൂർ. കൃത്യമായും അതൊരു ഭീഷണിയുടെ സ്വരം അതിലുണ്ട്. ഞങ്ങളോട് കളിക്കാൻ വരണ്ട എന്നുള്ള രീതിയിലൊക്കെയാണ് KSU നേതാവായ ഗോകുൽ ഗുരുവായൂരിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പക്ഷേ ഈ പോസ്റ്റ് വലിയ രീതിയിൽ വിവാദമായതോടുകൂടി ഈ ഗോകുൽ ഗുരുവായൂർ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാൻ നിർബന്ധിതരാകുകയായിരുന്നു. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കണ്ണൂർ സർവകലാശാലയ്ക്ക് മുമ്പ് കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും സമാനമായി MSFും KSUവും വലിയ രീതിയിലുള്ള പോർമുഖത്തിലേക്ക് കടന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ലീഗ് രണ്ട് പാർട്ടിയുടെയും സംസ്ഥാന നേതൃത്വം ഇടപെടേണ്ട സാഹചര്യം തന്നെ ഉണ്ടായി. പ്രധാനമായും പറയുന്നത് മനു, ഈ കണ്ണൂർ സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് സ്ഥാനത്തേക്ക് UDF സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ വേണ്ടി അഡ്വക്കേറ്റ് ജവാദ് KSUവിൻ്റെ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് പ്രധാനമായും വഞ്ചിച്ചെന്നാണ് ഇവരുടെ പരാതി. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ ലീഗിനും അതുപോലെ തന്നെ സമാന്തരമായി KPCCക്കുമൊക്കെ പരാതി നൽകിയിട്ടുണ്ട്. ഈ കാലിക്കറ്റ് സർവകലാശാല ഈ ചെയർമാൻ സ്ഥാനമൊക്കെ ചൊല്ലിയും ഇതുപോലെ തന്നെ വലിയ രീതിയിലൊരു കലഹം ഉണ്ടായിരുന്നു. ലീഗ് ഇടപെട്ട് KPCC ഇടപെട്ടാണ് ഈ രണ്ടു പേരെയും അനുനയിപ്പിച്ച് ഈ ചെയർമാൻ സ്ഥാനം MSFന് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചത്. ഇത് വലിയ രീതിയിൽ KSUവിന് ക്ഷീണം ഉണ്ടാക്കിയിരുന്നു. KPCCയുടെ ഭാഗത്തു നിന്ന് വേണ്ട സമയത്ത് പരിഗണന കിട്ടുന്നില്ല എന്ന പരാതി കൂടി KSU ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ മുന്നണി ബന്ധം, ഈ MSFും KSUവും തമ്മിലുള്ള മുന്നണി ബന്ധം വലിയ രീതിയിൽ വഷളായിരുന്നു. ഇപ്പോൾ ഈ വാർത്ത പോകുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഈ സമീപകാലത്ത് വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നങ്ങളിലും നമ്മൾ MSFനെയോ KSUവിനെയോ കണ്ടിട്ടില്ല. രാജ്യം മുഴുവൻ സർവകലാശാലകളിൽ സംഘപരിവാർ വൽക്കരണം നടത്താൻ ശ്രമിക്കുന്ന, VCമാരെ ഉപയോഗിച്ച് നടത്താൻ ശ്രമിക്കുന്ന
ശ്രമങ്ങൾ നമ്മൾ കണ്ടതാണ്. അതിനെതിരെ പ്രതിരോധിക്കാൻ നമ്മൾ ഈ കേസുവിനെ കണ്ടില്ല, MSFനെ കണ്ടില്ല. ആകെ ഉണ്ടായിരുന്നത് SFIയും ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകളും യുവജന സംഘടനകളും മാത്രമായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ അധികാരത്തിന്റെ പ്രശ്നത്തിൽ എല്ലായിടങ്ങളിലും നമ്മൾ MSFനെ കാണുന്നുണ്ട്, കേസുവിനെ കാണുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറി നിൽക്കട്ടെ, ആദ്യം ഞങ്ങൾ അധികാരം പിടിക്കാം, എന്നിട്ട് ബാക്കി മതി. ഇതാണോ ചേതൻ അവരെയൊക്കെ നയിക്കുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കാണാൻ. ഈ വിദ്യാർത്ഥി പ്രശ്നങ്ങളിലെല്ലാം തങ്ങളുടെ താല്പര്യം സീറ്റ് വിഭജന കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ്. ഈ സമകാലിക രാഷ്ട്രീയം പരിശോധിച്ചതിന് മനു വ്യക്തമാകുമല്ലോ. ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇവർ കൃത്യമായി ഇടപെട്ട നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? മനു തന്നെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ചാൻസലർ കൂടിയായ ഗവർണർ വലിയ രീതിയിൽ സർവകലാശാലയെ അതിൻ്റെ അധികാരങ്ങളൊക്കെ കവരുവാനുള്ള ശ്രമം നടത്തുമ്പോഴും ഒരു ദിവസമെങ്കിലും ഈ രണ്ട് കൂട്ടരും സമരം ചെയ്തതായി നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടോ? SFI വലിയ രീതിയിൽ തന്നെ കേരള സർവകലാശാലയിൽ സമരം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടതല്ലേ മനു? ഇവരുടെ താല്പര്യം വളരെ വ്യക്തമാണ്. സീറ്റ് വിഭജന തർക്കങ്ങളും അധികാര സ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തർക്കം മാത്രമേ ഇവർ എന്നും മുഖവിലക്കെടുക്കുന്നുള്ളൂ. പരസ്പരം ഒരു യോജിപ്പില്ലായ്മ, പരസ്പരം പാരവെപ്പ്, പോയി ബിരിയാണി കഴിക്കൂ എന്നൊക്കെ പറയുന്നത് തന്നെ നമുക്ക് മനു വ്യക്തമാവുമല്ലോ. എങ്ങനെയൊക്കെയാണ് ഇവരുടെ പ്രവർത്തന ശൈലി എന്ന് വ്യക്തമാവുകയല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ കണ്ണൂർ സർവകലാശാലയിലും അതുപോലെ തന്നെ കാലിക്കറ്റ് സർവകലാശാലയിലും സീറ്റ് വിഭജന തർക്കങ്ങളൊക്കെ മനു ശ്രദ്ധിച്ച് കാണുമല്ലോ. ഏതായാലും ഇരു മുന്നണി ബന്ധം വളരെ വഷളായിരിക്കുകയാണ്. മുന്നണി ബന്ധം മറന്ന് ഫേസ്ബുക്കിലൂടെ തുറന്ന പോരിലേക്ക് എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മുന്നണി മര്യാദ ഞങ്ങളുടെ മാത്രം ബാധ്യതയല്ല എന്ന് ഗോകുൽ ഗുരുവായൂർ പറഞ്ഞു വെക്കുമ്പോൾ വളരെ വ്യക്തമാണ്. അതിൻ്റെ മുന്നണി ബന്ധം ഏറ്റവും ഉലയുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ്. പക്ഷേ ഈ KSUവിന് പിന്തുണയുമായി ഈ KPCC വരുന്നില്ല എന്ന കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഇരു പാർട്ടികളെയും സംസ്ഥാന നേതൃത്വം ഇടപെടുന്നുണ്ട്. പക്ഷേ ഈ ലീഗ് ഒടുവിൽ വിജയിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അത് കാലിക്കറ്റ് സർവകലാശാല തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ, കണ്ണൂർ സർവകലാശാല തെരഞ്ഞെടുപ്പിലും അങ്ങനെ തന്നെ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ വളരെ കൂടുതൽ വാർത്തകൾ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. മുന്നണി ബന്ധം MSFും അതുപോലെ തന്നെ KSUവും വഷളാവുകയാണ്. ഇരു പാർട്ടികളും ഏതായാലും എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നത് വളരെ കൗതുകകരമായ കാര്യങ്ങൾ തന്നെയാണ്. KSUവും MSFും പരസ്പരം ചേരിതിരിഞ്ഞ് തമ്മിലടിക്കുന്നു ക്യാമ്പസുകളിൽ. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.